ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മളിവിടെ കോമ്പസ് സർവേയിലെ കുറച്ച് MCQs ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പസ് നീഡിൽ ആക്ട്സ് ആസ് ആൻ ഇൻഡെക്സ്? അതായത് ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതിലാണ് നീഡിൽ ആക്ട്സ് ആസ് ആൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്? എപ്പോഴും സർവേയേഴ്സ് കോമ്പസിലാണ് നീഡിൽ ആക്ട്സ് ആസ് ആൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question. In which of the following compass graduated card is attached to the box and not to the ring? അതായത് നമ്മുടെ ഗ്രാജുവേറ്റഡ് കാർഡ് എന്ന് പറയുന്ന ബോക്സിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? എപ്പോഴും അത് സർവേസ് ബോക്സിലാണ് എപ്പോഴും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗ്രാജുവേറ്റഡ് കാർഡ് അറ്റാച്ച് ദ ബോക്സ് എന്ന് ചോദിച്ചാൽ തന്നെ അത് സർവേസ് കോമ്പസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following instruments cannot be used without a tripod? ട്രൈപോഡ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചായിരുന്നു പ്രിസമാറ്റിക് കോമ്പസ് നമുക്ക് കയ്യിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും, പക്ഷെ ട്രൈപോഡ് ഇല്ലാതെ സർവേസ് കോമ്പസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി, സർവേസ് കോമ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പസ് citing and reading taking cannot be done at the same time from one position of the observer? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കനോട്ട് ബി സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് സൈറ്റിംഗ് ആൻഡ് റീഡിങ് കനോട്ട് ബി സെയിം ഡൺ ഏതിലായിരുന്നു? അത് സർവേയേഴ്സ് കോമ്പസിലാണ്. അതിൽ നമ്മൾ സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റീഡിങ് ടോപ്പ് ഓഫ് ദ ക്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് എടുക്കേണ്ടതാണ്. സോ ഓപ്ഷൻ ബി, സർവേയേഴ്സ് കോമ്പസ് ആണ് correct answer എന്ന് പറയുന്നത്. Okay. Next, the horizontal angle between true meridian and the magnetic meridian shown by a needle at the time of observation is called. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following term used to denote any influence which prevent the needle from pointing to the north in a given locality? അപ്പോൾ എന്തെങ്കിലും, അതായത് വിച്ച് ഇൻഫ്ലുവൻസ് പ്രിവെന്റ്സ് the needle from pointing to the north. അപ്പോൾ നമ്മൾ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതായത് ഇനി ഇൻഫ്ലുവൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, അതായത് ദ പ്രസൻസ് ഓഫ് എനി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നോർത്തിലോട്ട് കാണിക്കാനുള്ളത് കാണിക്കില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലോക്കൽ അട്രാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിക്വയർഡ് ഇൻ കോമ്പസ് സർവേയിങ്? കോമ്പസ് സർവേ ചെയ്യാൻ നമുക്ക് മെയിൻലി റിക്വയർ ഉള്ള എന്തൊക്കെ സാധനങ്ങളാണ്? ബിയറിംഗ് ആംഗിൾസ് വേണം, ലെങ്ത് ഓഫ് ലൈൻസ് വേണം, അതേപോലെ കണക്ടിങ് ലൈൻസ് വേണം. ട്രയാംഗിൾസിന്റെ ആവശ്യം നമുക്ക് ഇല്ല അല്ലെ? സോ വിച്ച് ഇസ് നോട്ട് റിക്വയർഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് കോമ്പസ് സർവേയിങ്ങിൽ ബിയറിംഗ് ആംഗിൾസ് വേണം, ലെങ്ത് ഓഫ് ദ ലൈൻസ് നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ട് എടുക്കും, പിന്നെ ആ കണക്ടിങ് ലൈൻസ് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഫോം ചെയ്യും അല്ലെ കോമ്പസ് സർവേയിങ്. സോ ട്രയാംഗിൾസിന്റെ ആവശ്യമാണ് ഇവിടെ ഇല്ലാത്തത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻ കോമ്പസ് സർവേയിങ് ദ ലെങ്ത് ഓഫ് ലൈൻസ് ആർ മെഷേർഡ് ബൈ? എപ്പോഴും നമ്മൾ കോമ്പസ് സർവേയിങ്ങിൽ ലെങ്ത് ഓഫ് ലൈൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. ലെങ്ത് ഓഫ് ലൈൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാടി കയറിയിട്ട് കോമ്പസ് എന്ന് വിചാരിക്കട്ടെ, കോമ്പസ് സർവേയിങ് ആയിരുന്നു. ലെങ്ത് ഓഫ് ലൈൻസ് മെഷർ ചെയ്യാൻ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ചെയിൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ചെയിൻ. ഓക്കെ, താങ്ക് യു.